തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടും വന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് സത്യവും വിളിച്ചു പറഞ്ഞു. എന്താ കാര്യം എന്നല്ലേ പറയാം. ഈ തെരഞ്ഞെടുപ്പിലും UDFനും BJPക്കും ശരണം ശബരിമല അയ്യപ്പൻ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത് പാട്ടിലായാലും പറച്ചിലായാലും പ്രധാനമായും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി മാത്രമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം. അന്വേഷണം പൂർത്തീകരിക്കും മുമ്പേ, കോടതി വിധി പറയും മുമ്പേ സർക്കാരിനെയും CPMനെയും അയ്യപ്പന്റെ സ്വർണം കട്ടവർ എന്ന തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചാണ് UDFും BJPയും പാവം വിശ്വാസികളുടെ വോട്ട് തട്ടിയെടുത്തത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. സർക്കാരുമായി ബന്ധപ്പെട്ട വികസനമോ ക്ഷേമ പ്രവർത്തനമോ ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഈ പ്രചരണത്തിൽ മാത്രം മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൽ ഒരു പരിധിവരെ ചില മാധ്യമങ്ങളുടെ പിന്തുണയും അവർക്ക് ലഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ UDFന് വേണ്ടി ഓവർ ടൈം പണിയെടുത്ത ചാനലായിരുന്നു BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇക്കാര്യത്തിൽ അവരുടെ ദൗത്യം കഴിഞ്ഞെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് അവർ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സ്വർണ്ണപ്പാളി നഷ്ടമായത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്നായിരുന്നു ഇക്കൂട്ടർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ്വാരപാലക ശില്പം ദേവസ്വം ബോർഡിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നായിരുന്നു ഇതുവരെയുള്ള ഇക്കൂട്ടരുടെ വാദം. എന്നാൽ ഇതൊരു വലിയ ഗൂഢാലോചനയെ തുടർന്നുണ്ടായ അട്ടിമറിയുടെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ ശബരിമല വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സ്വർണ്ണ തിരിമറി നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇത് ഏഷ്യാനെറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം കൃത്യമായി ഇടതുപക്ഷത്തിന് നേരെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി ആയിരിക്കും ഇപ്പോൾ ഏഷ്യാനെറ്റ് ഈ സത്യം വിളിച്ചു പറഞ്ഞത്. ഏതായാലും ഏഷ്യാനെറ്റിൽ വന്ന ആ റിപ്പോർട്ട് നമുക്കൊന്ന് കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്, ഇതിനകത്ത് നടന്ന വലിയൊരു അട്ടിമറിയാണ് ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ബോർഡിന്റെ യോഗ മിനിറ്റ്സിലോ തീരുമാനത്തിലോ പറയുന്നില്ല. പക്ഷേ ഉദ്യോഗസ്ഥർ ഇറക്കിയിട്ടുള്ള ഉത്തരവിലാണ് ആ അട്ടിമറി ഉള്ളത്. അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും പിന്നീട് സെക്രട്ടറിയുടെ പേരിൽ ഇറക്കിയുള്ള ഉത്തരവിലുമെല്ലാം ദ്വാരപാലക ശില്പങ്ങൾ ഈ സ്പോൺസറുടെ കൈവശം കൊടുത്തയക്കാനുള്ള ഒരു തീരുമാനമുണ്ട് എന്ന പേരിലാണ് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അത് ബോർഡ് തീരുമാനമല്ല എന്നാണ് ദേവസ്വം വിജിലൻസ് ഇന്ന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന ഈ പറയുന്ന സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നടന്നിരിക്കുന്നു. അപ്പൊ ഉദ്യോഗസ്ഥ സ്പോൺസർ ഒരു ഗൂഢാലോചന അവിടെ നടന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശമാണുള്ളത്. വ്യവസായിയായുള്ള വിജയ് മല്യ നൽകിയിട്ടുള്ള സ്വർണം പേപ്പർ വലിപ്പത്തിലാക്കി അത് പാളികളിൽ പൊതിയുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് പാളികളിൽ പൊതിഞ്ഞിരുന്ന അത് മാറ്റിയതിനു ശേഷം അതിൽ സ്വർണം പൂശുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ തിളക്കം കെട്ടു എന്ന പേരിൽ വീണ്ടും പീഠത്തിന് പണി നൽകാൻ വേണ്ടി നൽകിയത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ബോർഡ് യോഗം ആ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ, സ്പോൺസർക്ക് നൽകി പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു തീരുമാനം ബോർഡ് യോഗത്തിൽ എടുത്തിരുന്നില്ല. പിന്നീട് ഉദ്യോഗസ്ഥർ ഇറക്കിയുള്ള കുറിപ്പുകളിലാണ് ഇതുണ്ടായത്. ഓക്കെ അരുൺ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ഉത്തരവടക്കം തിരുത്തി ഗൂഢാലോചന നടത്തി ഇത് കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്, അല്ലേ? അതെ, ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇത് ഇല്ല എന്നാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകാനായി ബോർഡ് യോഗം ഇത് ചർച്ച ചെയ്ത മിനിറ്റ്സിലോ ബോർഡ് തീരുമാനത്തിലോ അതില്ല. അത് ഉദ്യോഗസ്ഥർ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരാണ് ഈ തീരുമാനങ്ങൾ ഇറക്കിയത്. ആ തീരുമാനങ്ങൾ ഇറക്കിയതിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഈ ദേവസ്ഥാനം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് ഉദ്യോഗസ്ഥരായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വൻ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കോടതി വിധി പറയും മുൻപേ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കിയവർക്ക് അയ്യപ്പനോടുള്ള അമിതമായ ഭക്തി കൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. മതങ്ങളെയും ദൈവങ്ങളെയും അധികാരത്തിലേക്ക് കയറിപ്പോകാനുള്ള ചവിട്ടുപടികളായി മാത്രമേ ഇക്കൂട്ടർ കാണാറുള്ളൂ. ആശയവും ആദർശവും കൈമോശം വരുന്നിടത്ത് ജാതിയും മതവും ദൈവങ്ങളും തന്നെയാണ് ഇക്കൂട്ടർക്ക് ആശ്രയം. ഇത് ശരിക്കും തിരിച്ചറിയേണ്ടത് യഥാർത്ഥ വിശ്വാസികളാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.